ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. വാദാലയേശമനിശം
ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 47-ാം അധ്യായം ഉദ്ധവദൂത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവൻ കേൾക്കാൻ വേണ്ടി ഒരു വണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാനോട് പറയാനുള്ളതെല്ലാം ഗോപികമാര് ഒരു ഗോപികയിലൂടെ അവതരിപ്പിച്ചു. ഭ്രമരഗീതം എന്ന് അതിനെ വിളിക്കുന്നു. 10 ശ്ലോകങ്ങളാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഇന്നലെ ഒരുവിധം വിശദമായി ചർച്ച ചെയ്തു. ഇനി അതിനെ തുടർന്ന് ഉദ്ധവൻ ഗോപികമാരെ ആശ്വസിപ്പിക്കുകയും ഭഗവാന്റെ തന്നെ വാക്കുകൾ ഗോപികമാരെ കേൾപ്പിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷവും ഗോപികമാരുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഭക്തി പ്രകടനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഉദ്ധവൻ ഗോപികമാരുടെ പാദധൂളിയെ നമസ്കരിച്ചുകൊണ്ട് തിരിച്ച് മധുരാപുരിയിൽ ചെന്ന് ഭഗവാനോട് വിവരങ്ങൾ പറയുന്നത് വരെയാണ് ഉദ്ധവദൂത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം 12 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഭ്രമരഗീതം വായിച്ച് നമുക്ക് 57 വരെ വായിക്കാൻ നോക്കട്ടെ. അല്ല, 52 വരെ വായിക്കാം. 12 മുതൽ 52 വരെ 41 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗോപ്യുവാച. മധുപക്കിതവ ബന്ധോ മാസ്പൃശാംഗ്രിം സപജ്ഞാഃ കുചവിലുളിതമാലാ കുങ്കുമസ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക് സകൃദധരസുധാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്ത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കദം തൽപാദപദ്മം തു പദ്മാ ഹ്യപിബത ഹൃദചേതാ ഉത്തമശ്ലോകജൽപൈഃ കിമിഹ ബഹുഷഡംഗ്രേ ഗായസി ത്വം യദൂനാം അധിപതിമഗൃഹാണാം അഗ്രതോ നഃ പുരാണം വിജയസഖസഖീനാം ഗീയതാം തത്പ്രസംഗഃ ക്ഷപിതകുചരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ ദിവി ഭുവി ചരസായാം കാ സ്ത്രിയസ്തദ്ദുരാപാഃ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാസ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദഃ വിസൃജ ശിരസി പാദം വ്യജ്ഞഹം ചാടുകാരൈഃ അനുനയ വിദുഷസ്തേഭ്യേത്യദൗത്യൈർമുകുന്ദാത് സ്വകൃതൈഃ വിസൃഷ്ടാപത്യപത്യന്യലോകാഃ വ്യസൃജദകൃതചേതാ കിം नु സന്ദേയമസ്മിन् മൃഗയുരിവ കപീന്ദ്രം വിവ്യതേ ലുബ്ധധർമ്മാ
സ്ത്രിയമകൃതവിരൂപാം സ്ത്രീജിതകാമയാനാം ബലിമപി ബലിമത്വാവേഷ്ടയദ്വാംശവദ്യഃ തദലമസിതസഖ്യൈർദുസ്ത്യജസ്തൽകഥാർത്ഥഃ യതനുചരിതലീലാകർണപീയൂഷവിപ്രുട് സകൃതദനവിധൂതദ്വന്ദ്വധർമാ വിനഷ്ടാഃ സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാഃ ബഹവ ഇഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി വയം ഋതമിവ ജിഹ്മവ്യാഹൃതം ശ്രദ്ദദാനാഃ കുലികരുതമിവാജ്ഞാഃ കൃഷ്ണവദ്വോ ഹരിണ്യഃ ദദൃശുരസകൃതേ ദത്തന്നഗസ്പർശതീവ്രസ്മരരുചൗപമന്ത്രിൻ ഭണ്യതാം അന്യവാർത്താം പ്രിയസഖ പുനരാഗാ പ്രേയസാ പ്രേഷിത കിം വരയ കിമനുരുന്ധേ മാനനീയോസി മിംഗ നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂസാകമാസ്തേ അപിബദമധുപുര്യാം ആര്യപുത്രോऽധുനാസ്തേ സ്മരതി സ പിതൃഗേഹാൻ സൗമ്യ ബന്ധൂംശ്ച ഗോപാൻ ക്വചിദപി സ കദാ നഃ കിങ്കരീണാം ഗൃണീതേ ഭുജമകരു സുഗന്ധം മൂർധ്ന്യദാസ്യത്കദാ. ശ്രീശുക ഉവാച അധോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഃ സാന്ത്വയൻ പ്രിയസന്ദേശൈർഗോപീ ഇദമഭാഷത. ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്ഥാ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ ദാനവ്രത തപോ ഹോമ ജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭിരനുത്തമാ ഭക്തിഃ പ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമപി ദുർലഭാ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത്കൃഷ്ണാഖ്യം പുരുഷം പരം സർവാത്മഭാവോധികൃതോ ഭവതീനാം അധോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാൻ മേ അനുഗ്രഹ കൃതഃ. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹഃ യമാദായാഗതോ ഭദ്രാ അഹം ഭർത്തുഃ രഹസ്കരഃ. ശ്രീഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു കം വായുഅഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ. ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്യനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ. ആത്മാജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയഃ സുഷുപ്തി സ്വപ്ന ജാഗ്രദ്ഭിഃ മായാവൃത്തിഭിരീയത്തെ യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ദ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. ഏതദന്തഃ സമാമ്നായോ യോഗഃ സാംഖ്യം മനീഷിണാം ത്യാഗസ്തപോദമഃ സത്യം സമുദ്രാന്താ ഇവാപഗാഃ. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാം. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തദാ ചേതഃ സന്നികൃഷ്ട്യക്ഷിഗോചരേ മയ്യാവേശ്യ മനഃകൃത്സ്നം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യത. യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാപുർമദ്വീര്യചിന്തയാ. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടമാകർണ്യവ്രജയോഷിതഃ താവൂചുരുദ്ധവം പ്രീതാ തൽസന്ദേശാഗതസ്മൃതിഃ. ആഗതസ്മൃതിഃ ഗോപ്യ ഊജുഃ ദിഷ്ട്യാ ഹിതോ ഹതഃ കംസോ
യദൂനാം സാനുഗോഘകൃത ദിഷ്ട്യാപ്തൈർലബ്ധസർവാർത്ഥൈഃ കുശല്യാസ്തയച്യുതോऽധുനാ കച്ചിത് ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധ സവ്രീഡ ഹാസോദാരേക്ഷണാർച്ചിതഃ കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീമധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാ സ്വൈരകഥാന്തരേ താ കിം നിശാ സ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുണ്ടശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞ കഥാചിതം അപ്യേഷ്യദീഹദാശാർഹഃ തപ്താ സ്വഹൃദയാശുജ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യഥേന്ദ്രോ വനമംബുധൈഃ കസ്മാത് കൃഷ്ണൈഹായാതി പ്രാപ്തരാജ്യോജിതാഹിതഃ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗളാ തജ്ജാനദീനാം നഃ കൃഷ്ണേ തദാപ്യാശാദുരത്യയാം കൗത്സഹേത സന്ധ്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീരംഗാന്നച്ഛവദേ ക്വചിത് സരിച്ചൈരവനോദ്ദേശാ ഗാവോ വേണുരവായിമേ സംഘർഷണ സഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തൽപതകൈഃ വിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാദ്യാ ഗിരാ ഹൃദയഃ കഥം തം വിസ്മരാമഹേ ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. നമ്മൾ ഇന്നലെ ഗോപികമാരുടെ ഭ്രമരഗീതം എന്നുള്ള ഭാഗം, ഭഗവാനോടുള്ള അവരുടെ വിരഹദുഃഖത്തിൻ്റെ പരിഭവം, തങ്ങളെ ഉപേക്ഷിച്ച് മധുരാപുരിയിൽ പോയി തങ്ങളെ അന്വേഷിക്കാതിരിക്കുന്നതിൻ്റെ പരിഭവം പ്രകടിപ്പിക്കുന്നതാണ്. ഉദ്ധവനെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഉദ്ധവൻ കേൾക്കാൻ വേണ്ടി ഒരു വണ്ടിനെ നോക്കി വഴക്ക് പറയും പോലെ പറയുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കേട്ടത്. അത് ഇന്നലെ വൈകുന്നേരം 17 മുതൽ 21 വരെയുള്ളതായിട്ടുള്ള 5 ശ്ലോകങ്ങൾ കണ്ടു. കറുത്തവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ തന്നെ രാമാവതാരത്തിൽ ബാലിയെ ഒളിഞ്ഞു കൊന്നതും ശൂർപ്പണഖയെ വിരൂപയാക്കിയതും ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വാമനൻ മഹാബലിയെ എല്ലാം എന്താ പറയുക, അയാളുടെ ബലി സ്വീകരിച്ച ശേഷം, പൂജയെല്ലാം സ്വീകരിച്ച ശേഷം വഞ്ചിക്കും പോലെ അയാളുടെ സർവസ്വവും തട്ടിയെടുത്തു.
ബലിക്കാക്കകളെ പോലെ എന്നെല്ലാം പറഞ്ഞ് ഈ കറുത്തവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ഇനി കൃഷ്ണന്റെ കഥ പറയണ്ട, കേൾക്കണ്ട. എന്തുകൊണ്ട്? അത് കേട്ടുകഴിഞ്ഞാൽ പെട്ടുപോകും, വിനഷ്ടരായി പോകും. പിന്നെ ലോകത്തിൽ ഒന്നിലും ശ്രദ്ധയില്ലാതാവും. എല്ലാം ഉപേക്ഷിച്ച് ഭൈക്ഷ്യചര്യം, ഭിക്ഷുചര്യയെ ചരിക്കുന്നവരായി മാറും. അതുകൊണ്ട് ഭഗവാന്റെ കൃഷ്ണന്റെ കഥ ഞങ്ങൾക്ക് കേൾക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങളിപ്പോ നടുക്കടലിൽ അണ്ട പോലെയാണ്, പെരുവഴിയിലായതുപോലെയാണ്. ഇനിയും കൃഷ്ണകഥ കേട്ടാൽ ഞങ്ങള് പരവശരായി പോകും എന്നർത്ഥം. ഇപ്പോ ഇനിയും എന്താ പറയുക, വേടന്റെ ശബ്ദം പോലെയുള്ളതായിട്ടുള്ള ആ ശബ്ദം എങ്ങനെയാണോ മാനുകൾ മയങ്ങുന്നത് അതുപോലെയുള്ള വേടന്മാർ ശബ്ദമുണ്ടാക്കി മാനുകളെ പിടിക്കുന്നത് പോലെയും കുരുക്കിലാക്കുന്നത് പോലെയും ജിഹ്മവ്യാഹൃതം, കപടമായിട്ട് വ്യാഹൃതം ചെയ്യുന്നവനുമായിട്ടുള്ള കൃഷ്ണന്റെ ഈ കാപട്യങ്ങളെയെല്ലാം ശ്രദ്ധിച്ച് അതിലൊക്കെ വിശ്വസിച്ചവരായിട്ട് ഞങ്ങളിപ്പോൾ വല്ലാത്തൊരു പാരവശ്യ അവസ്ഥയാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആ കൃഷ്ണന്റെ കഥ കേൾക്കേണ്ട. അത് കേട്ടുകഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് കാമപീഡയൊക്കെ ഉണ്ടായി വരും. ഞങ്ങൾക്ക് അല്ലേ എന്തെന്നില്ലാത്ത തീവ്രമായിട്ടുള്ള സ്മരരുചം ഉണ്ടായി വരും. അതുകൊണ്ട് അന്യവാർത്ത ബണ്യത, മറ്റെന്തെങ്കിലുമൊക്കെ പറയൂ, കൃഷ്ണനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ആ വണ്ടിനെ ആട്ടിവിടുന്നു. വണ്ട് കുറേ ദൂരം പോയി പിന്നെയും വന്നപ്പോൾ, നീ പിന്നെയും വന്നു, അയാൾ വീണ്ടും നിന്നെ തിരിച്ചയച്ചോ? നീ ഇനി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഞങ്ങൾ എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് വരേണ്ടത്? അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശത്രുക്കളായിരിക്കുന്ന സപത്നിമാര് ലക്ഷ്മി ദേവി അടക്കം അവിടെ സ്ഥിരതാമസമാണ്. പിന്നെ അവരുടെ ഇടയിൽ ഞങ്ങൾ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? അതുകൊണ്ട് ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നും പറയുന്നുണ്ട്. അവസാനം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഉള്ളൊന്ന് ശാന്തമായപ്പോൾ ഉദ്ധവനോട് ചോദിക്കാനുള്ളതൊക്കെ ഈ വണ്ടിനോട് തന്നെ ചോദിക്കുന്നു. ആ കൃഷ്ണൻ മധുപുരിയിൽ തിരിച്ചു വന്ന് സുഖമായിരിക്കുന്നുവോ? ഗുരുകുലത്തിൽ പോയിട്ട് വന്നുവോ? തിരിച്ചെത്തിയോ? ഗുരുകുലവാസം കഴിഞ്ഞ് വന്നുവോ? ഇപ്പോ എവിടെയുണ്ടോ? മധുപുരിയിലുണ്ടോ? ഈ പിതൃഗേഹങ്ങളെയും ബന്ധുക്കളായ ആളുകളെയും ഗോപന്മാരെയും ഞങ്ങളെയും എല്ലാം കിങ്കരികളായ ഞങ്ങളെക്കുറിച്ചോ അദ്ദേഹം സ്മരിക്കാറുണ്ടോ? വല്ലതും പറയാറുണ്ടോ? എപ്പോഴാണാവോ അദ്ദേഹത്തിന്റെ ആ അകരു സുഗന്ധമുള്ളതായിട്ടുള്ള കൈകളെ ഞങ്ങൾക്കിനി ശിരസിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള താപത്തെ ശമിപ്പിക്കാനായിക്കൊണ്ട് സാധിക്കുക എന്നിങ്ങനെ അവസാനം പരവശരായിക്കൊണ്ട് ഭഗവാന്റെ വിശേഷങ്ങൾ കേൾക്കണം എന്നുള്ള രീതിയിലേക്ക് അവർ തന്നെ സ്വയം സാന്ത്വനിച്ച് ഇറങ്ങി വരികയാണ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഇത്രയും നേരം ഉദ്ധവൻ ഇവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുകയായിരുന്നു. വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വിഷമം പറയാനുണ്ടാവും. ആ പറയാനുള്ളത് നമ്മൾ കേൾക്കുകയാണ് ആദ്യം വേണ്ടത്. അവരെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിനെ മറുത്ത് നമ്മളെന്തെങ്കിലും പറയുകയോ അതിനുള്ള ആ പ്രശ്ന പരിഹാരം പറയുകയോ ഒന്നുമല്ല അവർക്ക് വേണ്ടത്, അല്ലേ? പൊതുവെ സ്ത്രീകളുടെ സ്വഭാവമാണ് ഏത് കാര്യവും വിശദമായി പറയുക എന്നുള്ളത്. ചുരുക്കി പറയാൻ വളരെ ചുരുക്കം സ്ത്രീകൾക്കേ സാധിക്കുള്ളൂ. പൊതുവെ ഒരു 80% സ്ത്രീകളും ഏത് കാര്യമുണ്ടെങ്കിലും അത് വളരെ വിശദമായി പറഞ്ഞാണ് ശീലം. അത് പറയാൻ അവരെ അനുവദിക്കണം. അത് പറയാൻ അനുവദിക്കാതിരുന്നാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അവർക്ക് പ്രതിവിധികളല്ല, പ്രോബ്ലംസ് സൊല്യൂഷൻസ് അല്ല വേണ്ടത്. നമ്മളൊന്ന് കേട്ടുകൊടുത്താൽ മതി, അവർക്ക് ശാന്തി ഉണ്ടാവും. സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവരുടെ കൂടെ സിമ്പതൈസ് ചെയ്യണം. അവരുടെ ദുഃഖങ്ങൾ നമ്മൾ കേട്ടിട്ട് ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് അവരെ സിമ്പതൈസ് ചെയ്യുമ്പോഴാണ് അവരെന്തോ വലിയ ദുഃഖങ്ങൾ സഹിക്കുന്നവരാണ്, അവരെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരും എന്ന് കരുതുക. അല്ലെങ്കിൽ
അവരുടെ പ്രശ്നങ്ങളെയൊക്കെ സാധാരണ എങ്ങനെയാ വെച്ചാൽ ഭാര്യമാരെ ഓരോ അവലാതി പറഞ്ഞു വരുമ്പോഴേക്കും പുരുഷന്മാർ അതിനുള്ള പ്രതിവിധി ഉടനെ കൊടുക്കും. ഇത്രയല്ലേ ഉള്ളൂ, ഇതിനെന്താ ഇന്നതാണ് പോംവഴി എന്ന് മറുപടി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് നിരാശയാവും. അയ്യോ, നമ്മളുടെ വിഷമം മനസ്സിലാക്കിയില്ലല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അവർക്കൊക്കെ എല്ലാം എളുപ്പമായിട്ട് ഉത്തരം പറയാൻ പറ്റി. അപ്പോൾ ഇതൊരു സൈക്കോളജിയാണെന്ന് പറയും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. പറയാനുള്ളത് മുഴുവൻ കേട്ടിരിക്കാൻ പുരുഷന്മാർക്ക് മനസ്സുണ്ടാവട്ടെ, സമയമുണ്ടാവട്ടെ, ക്ഷമയുണ്ടാവട്ടെ. എന്നിട്ട് ഉത്തരങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും, പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്ന് കേട്ടുകൊടുത്താൽ മതി. ഇതാണ് കൗൺസലിങ്ങിന്റെ ഒരു വലിയ പാഠം. അപ്പൊ ഗോപികമാർക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ധവൻ ക്ഷമയോടുകൂടി കേട്ടിരുന്നു. നിങ്ങൾ എന്തിനാ എന്റെ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് എന്നൊന്നും ചോദിച്ച് അവരോട് തർക്കിക്കാനൊന്നും ഉദ്ധവൻ പോയില്ല. കാരണം ഉദ്ധവന് ഭഗവാൻ എത്ര പ്രിയപ്പെട്ടവനാണല്ലേ. ആ ഭഗവാനെ കുറിച്ചാണ് ഇവിടെ നിന്ദിച്ച് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ഉദ്ധവന് ചൂടാവുകയൊക്കെ ചെയ്യാം. നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആയിന്നും വരും അല്ലേ. നമ്മുടെ സ്വാമിയെ, നമ്മുടെ എല്ലാമായിരിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ വേറൊരാൾ കുറ്റം പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുകയോ ഇല്ല. അപ്പൊ നല്ലോണം മറുപടി കൊടുക്കും നമ്മൾ. പക്ഷെ ഉദ്ധവൻ നല്ല ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് ഉദ്ധവനെ തെരഞ്ഞെടുത്ത് അയച്ചത് ഭഗവാൻ. അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിയട്ടെ. ഭഗവാന് അവരെത്രയും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ പ്രത്യേകമായിട്ട് അവരുടെ കാര്യം എന്നോട് പറഞ്ഞു വിട്ടത്. അപ്പോ അവര് മഹതികളാണ്, ഭഗവാന് പ്രിയപ്പെട്ടവരാണ്, അവരുടെ ദുഃഖം ജനുവിനാണ്, അത് കേൾക്കുക തന്നെ വേണം എന്നുള്ള ഭാവത്തോടുകൂടി ഉദ്ധവൻ ഇതെല്ലാം കേട്ടിട്ട് പതുക്കെ അവരെ പുകഴ്ത്തിക്കൊണ്ട് തുടങ്ങുന്നു. അവരെ പ്രശംസിക്കുകയാണ് ആദ്യം ഉദ്ധവൻ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, കാണാം നമുക്ക്. ശ്രീശുക ഉവാച അധോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഹ സാന്ദ്വയൻ പ്രിയ സന്ദേശൈഃ ഗോപീഃ ഇദമഭാഷത. ശ്രീശുക ഉവാച അധോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഹ സാന്ദ്വയൻ പ്രിയ സന്ദേശൈഃ ഗോപീഃ ഇദമഭാഷത. അധ ഉദ്ധവഃ, അധ അനന്തരം ആ ഉദ്ധവൻ ഏവം നിശമ്യ ഏവം, ഇപ്രകാരമുള്ള ഗോപികമാരുടെ അല്ലെങ്കിൽ ആ ഒരു ഗോപി പാടിയ ഭ്രമരഗീതത്തെ കേട്ടിട്ട്, ഇങ്ങനെ കേട്ടിട്ട്, ഇത് കേട്ടപ്പോ ഒന്നുകൂടെ ഗോപികമാരുടെ ആ ഭഗവാനോടുള്ള പ്രേമം എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. അപ്പൊ അതാണ് നിശമ്യ. അത കൃഷ്ണദർശന ലാലസാഹ ഗോപീഹി, കൃഷ്ണനെ ദർശിക്കുവാനുള്ള അത്യന്ത ആവേശമുള്ളവരായ, ആഗ്രഹമുള്ളവരായിട്ടുള്ള ലാലസകളായ ഗോപികളെ, ഗോപീഹി എന്നുള്ളത് ഇവിടെ ദ്വിതീയ ബഹുവചനം, ഗോപികളെ എന്നുള്ള അർത്ഥത്തില്. ആ ഗോപികളെ പ്രിയ സന്ദേശൈഹി സാന്ത്വയന്, അവരുടെ പ്രിയതമനായ കൃഷ്ണന്റെ സന്ദേശം, കൃഷ്ണൻ പറഞ്ഞയച്ചതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ദൂത് ഗോപികമാരോട് പറയാനായിക്കൊണ്ട് ഉദ്ധവൻ വശം പറഞ്ഞു വിട്ടിട്ടുള്ളതായിട്ടുള്ള സന്ദേശത്തെ പറഞ്ഞുകൊണ്ട് സാന്ത്വയന് ഇതം അഭാഷത, ഇപ്രകാരം ഭാഷണം ചെയ്തു, ഇതിനെ പറഞ്ഞു എന്നാണ്. അപ്പോ ആ ഗോപികമാരുടെ കൃഷ്ണനെ കാണാനുള്ള വ്യഗ്രത മനസ്സിലാക്കി, അവരുടെ പരവശതയെ മനസ്സിലാക്കി, അവർ പറഞ്ഞതെല്ലാം കേട്ടു. അതിനുശേഷം പ്രിയന്റെ സന്ദേശം കൊണ്ട് ആ ഗോപികമാരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അപ്പോ ആ ഗോപികമാരുടെ ഭക്തി പാരവശ്യം അത് കണ്ട് ഉദ്ധവൻ അത്ഭുത പരതന്ത്രനാണ്. ആ ഭാവത്തോടുകൂടി തന്നെ ഉദ്ധവൻ ആത്മാർത്ഥമായി തന്നെ സത്യസന്ധമായി തന്നെ ഗോപികമാരോട് മറുപടി പറയണം. ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്താഃ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ. ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്താഃ
ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ. ഉദ്ധവൻ തന്റെ ഉള്ളിലുള്ള ഗോപികമാരോടുള്ള ആരാധനയെ, ബഹുമാനത്തെ പ്രകടിപ്പിക്കുകയാണ് ആശ്ചര്യത്തോടുകൂടി. അഹോ അഹോ, അത്ഭുതം, ആശ്ചര്യം. യൂയം പൂർണ്ണാർത്ഥാഃ. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ യൂയം പൂർണ്ണാർത്ഥാഃ. പൂർണ്ണാർത്ഥാഃ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജന്മം തന്നെ പൂർണ്ണമായിരിക്കുന്നു എന്നർത്ഥം. പുരുഷാർത്ഥങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നു. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ആ അർത്ഥങ്ങൾ പൂർണ്ണമായവരാണ് പൂർണ്ണാർത്ഥകൾ. ജന്മ പ്രയോജനം നേടിയവർ. ഇനി ഏറ്റവും വലിയ പുരുഷാർത്ഥമായിട്ടാണ് ഭാഗവതത്തിലും മറ്റു ഭക്തിശാസ്ത്രങ്ങളിലും പറയുക. ഭക്തി പഞ്ചമ പുരുഷാർത്ഥമാണ് എന്ന് പറയും. മറ്റു 4 പുരുഷാർത്ഥങ്ങളിലും ഉപരിയായിട്ടാണ് ഭക്തിശാസ്ത്രങ്ങളിൽ ഭക്തിയുടെ മഹത്വം പറയാ. ഭക്തിയാണ് സാധിക്കേണ്ടത്. നാരദ ഭക്തി സൂത്രത്തിൽ നാരദ മഹർഷിയും പറയും, തദേവ സാധ്യതാം തദേവ സാധ്യതാം. ഇത് തന്നെയാണ് സാധിക്കേണ്ടത്, ഇത് തന്നെയാണ് സാധിക്കേണ്ടത്. ഇതുമാതിരിയുള്ളതായിട്ടുള്ള ഭഗവാനിലുള്ള ഉറച്ച നിഷ്കളങ്കമായിട്ടുള്ള. അപ്പോ ആ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പുറകെ പിന്നാലെ കാന്തത്തിന്റെ പിന്നാലെ ഇരുമ്പ് വരും പോലെ വന്നോളും. അതുകൊണ്ട് ശങ്കരാചാര്യൻ പറഞ്ഞു, മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി. മോക്ഷം സാധിക്കുന്നതിലുള്ള ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ ഉപായങ്ങളിൽ, മാർഗങ്ങളിൽ, സാധനകളിൽ ഏറ്റവും ഗരീയസി, ഗുരുത്വമേറിയത്, മഹത്വമേറിയത് ഭക്തി ഏവ. ആ ഭക്തി എന്നുള്ളത് ഈ ഒരു അധ്യാത്മ മാർഗത്തിൽ ഉള്ളതായിട്ടുള്ള ഡെഡിക്കേഷനാണ്, പൂർണ്ണമായിട്ടുള്ള താല്പര്യമാണ്, ശ്രദ്ധയാണ്. ഈശ്വരനോടും ഗുരുവിനോടും ശാസ്ത്രങ്ങളോടും ഉള്ളതായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു അടുപ്പമാണ്. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ വന്നേ പറ്റൂ. ഈ ഭക്തി എല്ലാറ്റിനെയും വലിച്ചുകൊണ്ട് വരും. അത്ര ശക്തിയാണ് ഭക്തിക്ക് എന്ന് പറയുക. അപ്പോൾ ആ ഭക്തി ഇത്രയും ഉയർന്ന അളവിൽ ഉള്ളവരായ നിങ്ങൾ എല്ലാം നേടിക്കഴിഞ്ഞവരായിരിക്കുന്നു, ജന്മസാഫല്യം നേടിക്കഴിഞ്ഞവരായിരിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നു. മാത്രമല്ല ഭവത്യഃ ലോകപൂജിതാഃ. നിങ്ങൾ ഭവതി എന്നുള്ള ഏകവചനത്തിന്റെ ബഹുവചനമാണ് ഭവത്യഃ. നിങ്ങൾ ലോകപൂജിതാഃ. ലോകത്തിൽ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവരായിരിക്കും. എല്ലാവരുടെയും ബഹുമാന പാത്രങ്ങളാണ് നിങ്ങൾ. ലോകം നിങ്ങളെ കണ്ട് ഭക്തി അഭ്യസിക്കും. അപ്പൊ നിങ്ങൾ ഭക്തിയുടെ ഗുരുഭൂതകളാകുന്നു. ലോകത്തിന് ഭക്തിയെ അഭ്യസിപ്പിക്കുന്ന ഗുരുഭൂതകളാകുന്നു. അങ്ങനെ ഗുരുക്കന്മാരാകുമ്പോൾ പൂജ്യന്മാർ തന്നെ, പൂജ്യകൾ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് നാരദ മഹർഷിയും ഭക്തന്മാരുടെ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞു, യഥാ വ്രജഗോപികാനാം. അപ്പൊ വ്രജഗോപികമാരുടെ ഭക്തി പോലെ എന്നാണ് ഭക്തിയുടെ ആചാര്യനായ നാരദ മഹർഷി പോലും ഉദാഹരിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വന്തം ശിഷ്യനായ പ്രഹ്ലാദനുണ്ട്. പക്ഷെ അവിടെ പ്രഹ്ലാദനെ എടുത്തു പറയാതെ ഗോപികമാരെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അപ്പൊ ആ നാരദ മഹർഷിക്ക് പോലും എത്ര ബഹുമാനം ഈ ഗോപികമാരോടുണ്ട്. ഈ ഗോപികമാരെ പോലെ ഈ ഗോപികമാരെ ഉണ്ടാവുള്ളൂ, അവരെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് എന്നെല്ലാമുള്ള സൂചനയാണ് നാരദ മഹർഷി പറഞ്ഞത്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭവത്യഹ ലോകപൂജിതാഹ, ഭവതികൾ ലോകപൂജിതരാണ്, തീർച്ചയായിട്ടും എല്ലാവരാലും ബഹുമാന്യരാണ്. എന്തെന്നാൽ വാസുദേവേ ഭഗവതി യാസാം ഇതി അർപ്പിതം മനഃ, ആ വാസുദേവനായ ഭഗവാനിൽ, സർവാത്മാവായ ഭഗവാനിൽ, യാസാം, യാസാം എന്ന് പറഞ്ഞാൽ ഏതൊരുവർക്കാണോ, ഏതൊരു നിങ്ങൾക്കാണോ, ഇതി ഇപ്രകാരം, ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഭാവം, ഇതി നിങ്ങൾ ഇപ്പൊ പ്രകടിപ്പിച്ചില്ലേ ഭഗവാനോടുള്ളതായിട്ടുള്ള ഒരു പ്രേമം, അതുപോലെ ആരുടെ മനഃ അർപ്പിതം, വാസുദേവേ ഭഗവതി യാസാം മനഃ ഇതി അർപ്പിതം, ഇപ്രകാരം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലെ വേറൊരാൾക്കും ഭഗവാനിൽ പ്രേമമുണ്ടാവുകയില്ല. നിരന്തരമായ ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതെ ഓരോ ശ്വാസോച്ഛ്വാസവും ഭഗവാനെ ശ്വസിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടെ ഇരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഭക്തി ഉണ്ടല്ലോ, അത് നിങ്ങളെ ലോകപൂജ്യരാക്കിയിരിക്കുന്നു. നിങ്ങൾ പൂർണാർത്ഥകളായിരിക്കുന്നു. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്ന് അവരെ അത്യന്തം പ്രശംസിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നു. മാത്രമല്ല അവരതിന് അർഹരാണ്. അപ്പൊ അവരുടെ ആ ഭക്തിയെക്കുറിച്ച്, അവരുടെ വേദനകളെക്കുറിച്ച് എല്ലാം ആ ഉദ്ധവൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുന്നത് തന്നെ അവർക്ക് വലിയ ആശ്വാസം നൽകും. അതുതന്നെയാണ് വലിയൊരു ദൂത്. അപ്പൊ ഇങ്ങനെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ സന്ദേശം പറയാൻ പാകമായി കഴിയും. ആദ്യമേ കയറി നിങ്ങൾ ഇരിക്കൂ, ഭഗവാന്റെ സന്ദേശം പറയാം എന്നല്ല പറയണത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ മഹത്വം എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ത്യാഗം എന്താണ്, നിങ്ങൾ എത്ര ധന്യരാണ് എന്ന് അവരെക്കുറിച്ച് ബോധവതികളാക്കി അവരുടെ മനസ്സിനെ സാന്ത്വനിപ്പിച്ച് ശാന്തമാക്കുമ്പോഴേ അത് ശുദ്ധമാകുള്ളൂ. ആ ശുദ്ധമായ മനസ്സിലേക്കാണ് ഭഗവാന്റെ ഉപദേശം വിത്ത് വിതയ്ക്കാൻ പോകുന്നത്. അല്ലേ, ഒന്ന് പാകപ്പെടുത്താനുണ്ട്. കളച്ചു മറിച്ച് ഇട്ടാ പോരാ, ആ കളച്ചു മറിച്ചതിലെ കളകളൊക്കെ എടുത്തു കളയണം. വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചുടയ്ക്കണം. അല്ലേ, പണ്ടൊക്കെ കന്നുപൂട്ടലായിരുന്നു പാടങ്ങളിൽ. അപ്പൊ കന്ന് പൂട്ടിക്കഴിഞ്ഞാലും ആ ഉഴവ് ഇതിന്റെ കലപ്പ കൊണ്ട് വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാവും. ആ കട്ടയോടുകൂടി വിതയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വലിയ മുളം തണ്ടുകൊണ്ട് രണ്ട് കയ്യിലും രണ്ട് മുളം തണ്ട് വെച്ചിട്ട് സ്ത്രീകൾ വരിവരിയായി നിന്നിട്ട് ആ കട്ട ഉടയ്ക്കലുണ്ട്. എന്നിട്ട് വേണം അതിൽ കുപ്പകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് എല്ലാം ലെവലാക്കിയതിന് ശേഷം വേണം അതിൽ വിത്ത് വിതയ്ക്കാൻ, പാകപ്പെടുത്തിയതിന് ശേഷം. ഇതുപോലെ ഉദ്ധവൻ ഇവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്, ശാന്തമാക്കുകയാണ്. അവരുടെ മഹത്വത്തെ സ്വയം പറഞ്ഞുകൊണ്ട്, ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട്, കൃഷ്ണന്റെ സന്ദേശം കേൾക്കാനുള്ള ആ ഒരു സന്മനസ്, അതിനുള്ള ശ്രദ്ധ, അതിനുള്ള ആകാംക്ഷ, അതൊക്കെ വളർത്തുകയാണ്. അപ്പോ അഹോ യൂയം സ്മ പൂർണ്ണാർത്ഥാഃ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ ദാനവ്രതതപോ ഹോമ ജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിഃ സാധ്യതേ. ദാനവ്രതതപോ ഹോമ ജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിഃ സാധ്യതേ. നമ്മൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള സകല ധർമ്മ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എല്ലാം കൊണ്ടും എന്താണ് സാധിക്കേണ്ടത്? ഭഗവാനിലുള്ള ഭക്തിയാണ് സാധിക്കേണ്ടത്. ഭക്തി സാധിക്കാനുള്ള സാധനകളാണ് മുമ്പ് പറഞ്ഞതായിട്ടുള്ള ദാന, വ്രത, തപോ, ഹോമ, ജപ, സ്വാധ്യായ, സംയമാദികൾ. ഇതെല്ലാം ശ്രേയോഭിഹി എന്ന് പറഞ്ഞു, ശ്രേയോമാർഗങ്ങളാണ്. ശ്രേയോമാർഗങ്ങൾ, സാധനകൾ എന്ന് നമ്മൾ പറയും. ശ്രേയസ്സിലേക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന മാർഗങ്ങളാണ്, സാധനകളാണ്, ഉപായങ്ങളാണ് ഈ പറഞ്ഞ ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, സ്വാധ്യായം, സംയമം. അതാണ്
വിവിധൈഹി ശ്രേയോഭിഹി, വിവിധങ്ങളായ ശ്രേയോമാർഗങ്ങളാലും, അന്യൈഹി, ഇനി ഏതെങ്കിലും പറയാൻ വിട്ടിട്ടുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും, ഏതെല്ലാം മാർഗങ്ങളുണ്ടോ എന്തിന് ശ്രേയസ്സിനായിക്കൊണ്ട്. അപ്പോൾ ശ്രേയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നന്മയാണ്. എന്നും ആനന്ദത്തോടെ, ശാന്തിയോടെ, സ്വാതന്ത്ര്യത്തോടെ ഉള്ള ജീവിതമാണ് ശ്രേയസ്. ആനന്ദം വേണം, സ്വാതന്ത്ര്യം വേണം, ശാന്തി വേണം. ഈ മൂന്നും ഒന്ന് തന്നെയാണ്. എങ്കിലും മൂന്നായിട്ട് പറയുമ്പോൾ കുറെ കൂടി വ്യക്തത വരാൻ വേണ്ടി അതിനെ തന്നെയാണ് മോക്ഷം, നിർവാണം, ജീവൻ മുക്തി എന്നൊക്കെ പല പേരിൽ വിളിക്കുന്നതും. അപ്പോ ഇതിലേക്ക് എത്താൻ എന്താണ് മാർഗങ്ങൾ? അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങള്, ശ്രുതികളും സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളുമെല്ലാം വിവിധങ്ങളായ ഉപായങ്ങളെ വിധിച്ചിട്ടുണ്ട്. എന്തിനാ? നമ്മളെ ശുദ്ധീകരിച്ച് പാകപ്പെടുത്താൻ. ദാനാദി കർമ്മങ്ങൾ നമ്മൾ ഫലാകാംക്ഷ കൂടാതെ ചെയ്താൽ അന്ധക്കരണം ശുദ്ധമാകും. അപ്പൊ ദാനം ശ്രദ്ധയാദേയം, അശ്രദ്ധയാ അതേയം, ശ്രിയാദേയം, ഹ്രിയാദേയം, ഭിയാദേയം, സംവിദാദേയം എന്നൊക്കെ വേദം അനുശാസിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവനവൻ ധാർമ്മികമായി സമ്പാദിച്ചത് അർഹിക്കുന്ന ആളുകൾക്കും കൂടി പങ്കുവെച്ച് കൊടുത്തുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ജീവിത രീതി. ആർക്കൊക്കെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണോ, അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ അടുത്ത് ആപത്തിൽപ്പെട്ട് അഭയം ചോദിച്ചു വരുന്നുവോ, സഹായം ചോദിച്ചു വരുന്നുവോ, അവർക്കൊക്കെ നമ്മുടെ ന്യായമായി സമ്പാദിച്ചതിന്റെ ഒരു പങ്ക് മാറ്റിവെച്ച് കൊടുക്കണം. അപ്പോൾ അത് ശ്രദ്ധയാദേയം അല്ലെങ്കിൽ ദാനം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു. വ്രതങ്ങൾ എന്നുള്ളത് സെൽഫ് ഡിസിപ്ലിനാണ്. അവനവന് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓരോ വ്രതങ്ങളും സെൽഫ് ഡിസിപ്ലിനാണ്. അതിന് പരിശീലിക്കാൻ വേണ്ടി കുട്ടികളെ പോലെയുള്ള ആളുകളോട് പറയും, ഇന്ന വ്രതം അനുഷ്ഠിച്ചാൽ ഇന്ന ഫലം കിട്ടും, ഇന്ന ദേവത പ്രസാദിക്കും, ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്രതങ്ങളെയും ഓരോ ദേവന്മാരോട് അല്ലെങ്കിൽ ദേവതകളോട് ബന്ധപ്പെടുത്തി ഇന്ന വ്രതം അനുഷ്ഠിക്കൂ, നിങ്ങൾക്ക് ഇന്ന ഫലം എന്ന് ഫലശ്രുതിയോട് ആദ്യം വ്രതങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു. പിന്നീട് കാര്യം പിടികിട്ടിയ ആളുകൾക്ക് പിന്നെ ഫലശ്രുതിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു മോട്ടിവേഷനും വേണ്ട, ഒരു പ്രലോഭനത്തിന്റെയും ആവശ്യമില്ല. സ്വയമേവ വ്രതങ്ങൾ എടുക്കാൻ അവർ സന്നദ്ധരാകുന്നു. കാരണം അതിന്റെ ബെനിഫിഷ്യറി താൻ തന്നെയാണ്, താൻ മാത്രമാണ്. താൻ ചെയ്യുന്ന വ്രതത്തിന്റെ ബെനിഫിഷ്യറി താൻ തന്നെയാണ്. ഇനി താൻ ചെയ്യുന്ന ചില നല്ല വ്രതങ്ങളെ കൊണ്ട് സമൂഹത്തിനും ഉപകാരമുണ്ടാവും. അപ്പോൾ വ്രതങ്ങൾ സെൽഫ് ഡിസിപ്ലിനിലൂടെ മനസ്സിനെ ദൃഢമാക്കാൻ, ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് വിൽ പവർ ഉണ്ടായിരിക്കും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്. നമ്മുടെ ഒരു ലോകം മുഴുവനുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കൊരു വ്രതകാലമാണ്, പുണ്യമാസം എന്നൊക്കെ അവർ വിളിക്കുന്നു. അവരെ സംബന്ധിച്ച് ആ രീതിയിലാണ് അവരുടെ ആചാരങ്ങൾ. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവർ രാത്രിയിൽ കാട്ടിക്കൂട്ടുന്നതിനെ കാണുമ്പോൾ ഇതാണോ പുണ്യമാസം എന്ന് തോന്നും. അത് കഴിഞ്ഞ് അവസാനം മാസപ്പിറവി കഴിഞ്ഞാൽ എത്ര ആടുകളെയാണ് ബലി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊന്നു തിന്നുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം നമുക്ക്. എങ്കിലും പകല് അവരനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആ ഒരു വ്രതം അത് കഠിന വ്രതമാണ്. ഒരു തുള്ളി വായില് സലൈവ പോലും ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തുപ്പിക്കൊണ്ട് നടക്കുക. അത് മോശമാണ്. തുപ്പാനൊരു വ്യവസ്ഥ വേണം.
വായിൽ വെള്ളം വന്നാൽ തുപ്പാൻ എവിടെ തുപ്പണം എന്ന് നിശ്ചയം വേണം. പോകുന്നിടത്തൊക്കെ തുപ്പിക്കൊണ്ട് നടക്കരുത്. അത് സംസ്കൃതരായിട്ടുള്ള ആളുകൾക്ക് ആ സ്വഭാവം വന്നിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾ ഇപ്പോഴും കണ്ണിടത്തൊക്കെ തുപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, അവർക്ക് ഏത് കാര്യത്തിലും ഈ ധൈര്യം ഉണ്ടാകുന്നത് അവരുടെ ആ വിൽ പവർ ഉണ്ടാകുന്നത് ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്നാണ്. അവരുടെ നേതാക്കന്മാർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് എന്തും ചെയ്യാൻ ഉള്ള ഒരു തന്റെ ഇടം, ധൈര്യമൊക്കെ അവർക്ക് കിട്ടുന്നത് ഇതുപോലെ കഠിനങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. കഠിന വ്രതങ്ങളും അതുപോലെ തന്നെ അവരുടെ നിസ്കാര രീതി, മുട്ടുകുത്തി വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ളതായിട്ടുള്ള ആ നിസ്കാര രീതി. വജ്രാസനം എന്ന് പറഞ്ഞാൽ യോഗാസനത്തിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനമാണ് വജ്രാസനം. അത് നമ്മുടെ മനസ്സിനെ വജ്രം പോലെ ആക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് വജ്രാസനം എന്നുള്ളത്. അല്ലാതെ വജ്രവുമായിട്ട് മറ്റൊരു ബന്ധവുമില്ല. വജ്രമായിട്ടുള്ള ബന്ധം വരുന്നത് മനസ്സിനെ വജ്രം പോലെ കഠിനമാക്കാൻ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാതെ ആ കാര്യം സാധിച്ചിട്ടേ മടങ്ങുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടാകും ഇങ്ങനെ ഇതൊക്കെ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക്. അതാണ് അവരുടെ ജീവിത വിജയം. അവരെല്ലാ രംഗത്തും വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. സൂക്ഷിച്ചു നോക്കൊന്നും വേണ്ട, വളരെ സ്ഥൂലമായിട്ട് തന്നെ കാണാം, വളരെ പ്രകടമായി തന്നെ കാണാം എല്ലാ രംഗത്തുമുള്ള അവരുടെ വളർച്ച. എങ്ങനെ ഇരുന്നവരാണ് ഒരു 30, 40, 50 കൊല്ലം മുമ്പ് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരുന്നവരാണെന്ന് നമുക്കറിയാം അല്ലേ? കൊട്ടയിൽ സൈക്കിളിൽ മത്സ്യവും അല്ലെങ്കിൽ വേറെ വല്ല ഐസ്ക്രീമും അല്ലെങ്കിൽ നിസ്സാരങ്ങളായിട്ട് സാധനങ്ങൾ വിറ്റ് നടന്നിരുന്നവരും അതുപോലെ തന്നെ ആക്രി പെറുക്കി നടന്നിരുന്നവരുമായിരുന്നു മെജോറിറ്റി. ഒരു മൈനോറിറ്റി, വളരെ ചുരുക്കം ആളുകളുണ്ടായിരുന്നു ധനികന്മാരായിട്ടുള്ളവർ. പക്ഷെ ഇന്നിപ്പോ ചിന്തിച്ചു നോക്കുക, 1 ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ കഴിവുള്ളവരാണ് അവര്. മീൻ കച്ചവടക്കാർ പോലും, അല്ലെങ്കിൽ എന്ത് ചെറിയ ആക്രി വിൽക്കുന്നവൻ പോലും. 1 കോടി വേണം എന്ന് പറഞ്ഞാൽ ഇതാ 1 ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുന്നവരാണ് അവരൊക്കെ. ബാക്കി ഹിന്ദുക്കളെ കൊണ്ട് സാധിക്കുമോ? ഹിന്ദുക്കൾക്ക് അന്നാളത്തെ അരി വാങ്ങാൻ പാടുപെടുന്നു. ചിന്തിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ്? അവരുടെ വിൽ പവറാണത്. ആ വിൽ പവറിന് കാരണം അവരുടെ വ്രതങ്ങളാണ്, അവരുടെ നിസ്കാര രീതിയാണ്, അവരുടെ ആചാര്യന്മാരെ അവരനുസരിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള അവരുടെ വിശ്വാസമാണ്. ഇത് മാതൃകയാക്കാവുന്നതാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ബാക്കിയുള്ളവരുടെ കൊള്ളരുതായ്മകളൊക്കെ അവിടെ മാറ്റിവെക്കുക. നല്ലതെല്ലാം നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും എന്താ പറയുക, വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. ഇരിക്കട്ടെ. അപ്പോൾ വ്രതം, അതുപോലെ തപസ്. ഒന്ന് സ്വധർമാനുഷ്ഠാനമാണ് ഏറ്റവും വലിയ തപസ്. അതുപോലെ സത്യാന്വേഷണം, ആലോചന, വിചാരം, ഇതിനെയാണ് തപസ് എന്ന് മറ്റൊരു അർത്ഥത്തിൽ പറയുന്നത്. ആ രീതിയിലുള്ള ജീവിതം. അതുപോലെ ഹോമം, ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ സർവസ്വവും സമർപ്പിക്കുന്നതിന്റെ പ്രതീകാത്മകമായി ഈശ്വരന് ഹോമങ്ങൾ സമർപ്പിക്കുക. അതുപോലെ ജപം, ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് നിരന്തരമായി ജപിക്കുക. ഈശ്വര സ്മരണ അതിലൂടെ നിലനിർത്തുക. സ്വാധ്യായം, അവനവന്റെ ശാസ്ത്രങ്ങളെ വേണ്ടതുപോലെ അഭ്യസിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക.
സംയമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം. അപ്പോൾ യമനിയമാദികളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം നമ്മളെ അന്ധക്കരണം ശുദ്ധമാക്കാനും മനസ്സിന് നിശ്ചയദാർഢ്യം ഉണ്ടാകാനും ബുദ്ധിക്ക് തെളിമയുണ്ടാവാനും അതുപോലെ വികാസം ഉണ്ടാകാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം ഉള്ളതാണ് ഈ ഉപായങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ അന്ധക്കരണം ശുദ്ധമാകുന്നു. അങ്ങനെ അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ ഉണ്ടാവേണ്ടത് എന്താണ്? കൃഷ്ണേ ഭക്തിരീഹി സാധ്യതേ. ഈ അന്ധക്കരണം ശുദ്ധമാകുമ്പോഴേ ഭഗവാനോട് പ്രേമമുണ്ടാവുകയുള്ളൂ, ഭഗവാന്റെ കഥകൾ കേൾക്കണമെന്ന ആഗ്രഹം ജനിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അത് നിമിത്തം ഭക്തി വർദ്ധിച്ചു വരും. ഭക്തി വർദ്ധിക്കുന്തോറും ജ്ഞാനവൈരാഗ്യങ്ങളും ഒപ്പം വർദ്ധിച്ചു വരും. വിഷയങ്ങളോടൊക്കെ വിരക്തി വന്നു ചേരും. അതോടുകൂടി സംസാരനാശം സാധിക്കും. അവസാനം മുക്തിയും ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ കരഗതമാകും. അപ്പം അതുകൊണ്ട് അതിനുള്ള തുടക്ക കർമ്മങ്ങളാണ് ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമാദികൾ. ഇതിൻ്റെയൊക്കെ സാധ്യമായിരിക്കുന്നത്, ലക്ഷ്യമായിരിക്കുന്നത് കൃഷ്ണനിലുള്ള ഭക്തിയാണ്. അന്ധക്കരണ ശുദ്ധിയും അതിൽ തുടർന്ന് കൃഷ്ണഭക്തിയും ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തിയും. അപ്പോ ഇവിടെ ഗോപികമാർക്ക് ഈ കൃഷ്ണഭക്തി സുലഭമായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം? അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവര് ദാനങ്ങൾ ചെയ്തിരിക്കുന്നു, വ്രതങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്നു, തപസ്സനുഷ്ഠിച്ചിരിക്കുന്നു, ഹോമങ്ങൾ ചെയ്തിരിക്കുന്നു, ജപങ്ങൾ ചെയ്തിരിക്കുന്നു, സ്വാധ്യായ സംയമാദികളെല്ലാം അനുഷ്ഠിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലം കിട്ടിയതുകൊണ്ട് ഇതെല്ലാം അവർ ചെയ്തതായി കണക്കാക്കണമെന്നർത്ഥം. അവര് കൃഷ്ണഭക്തി എന്ന ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നു, എളുപ്പവഴിയിലൂടെ എത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമാദികൾ കൊണ്ട് മനസ്സിനെ അടക്കി ശാന്തമാക്കി ശുദ്ധമാക്കി ഈ ഭക്തി വളർത്താനായിക്കൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗോപികമാർക്ക് അത് സുലഭമായി സാധിച്ചിരിക്കുന്നു. എങ്ങനെ? ആ കൃഷ്ണനോട് ബാല്യം മുതൽക്ക് തന്നെ അവർക്കുണ്ടായിരുന്ന ആ സ്നേഹം കൊണ്ട്, ആ പ്രേമം കൊണ്ട് അത് വർദ്ധിച്ചു വന്ന് ഇപ്പോ എന്താ പറയുക, ഭക്ത ഉത്തമകളായി മാറിയിരിക്കുന്നു അവര്. അതുകൊണ്ട് അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് സാധനങ്ങളൊന്നും ബാക്കിയില്ല എന്നാണ് ഉദ്ധവൻ പറയുന്നത്. അവരെ പുകഴ്ത്തുകയാണ്, അവരെ പ്രശംസിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കേണ്ടത് സാധിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ഈ ലൗകികരായിട്ടുള്ള ആളുകളെല്ലാം ഈ ഭക്തിയില്ലാതെ എന്തൊക്കെയോ ചടങ്ങിന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ചിലർ ദാനം ചെയ്യുന്നുണ്ട് എന്തിന്? പേരും പ്രശസ്തിക്കും വേണ്ടി. ചിലർ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്തിന്? സ്വർഗത്തിൽ പോകാനോ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ. ചിലർ തപസ് അനുഷ്ഠിക്കുന്നുണ്ട് എന്തിന്? എന്തെങ്കിലും ആർജിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇങ്ങനെ ഹോമങ്ങൾ, ജപം, സ്വാധ്യായം ഇതൊക്കെ മറ്റുള്ളവർ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും അതിലൂടെ ഭക്തിയെ അല്ല ലക്ഷ്യമാക്കുന്നത്, വേറെ എന്തൊക്കെയോ നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധന്യധന്യകളാണ് എന്ന് പറയണം. ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമൈഹി ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഹി കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭിർ അനുത്തമാ ഭക്തി പ്രവർത്തിതാ ദിഷ്ട്യ മുനീനാമപി ദുർലഭാ. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭിർ അനുത്തമാ ഭക്തി പ്രവർത്തിതാ ദിഷ്ട്യ മുനീനാമപി ദുർലഭാ. അപ്പോ നിങ്ങളുടെ ഭക്തി എന്നുള്ളത് മുനികൾക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ്. എത്രയോ താപസന്മാർ, മുനീശ്വരന്മാർ, യോഗികൾ ഇതിനു വേണ്ടി പെടാപാടുപെടുന്നുണ്ട്. അവരുടെ തപസ്സിലൂടെ, ഇന്ദ്രിയ നിയന്ത്രണങ്ങളിലൂടെ, പല പല അനുഷ്ഠാനങ്ങളിലൂടെ അവര് ഈ ഭക്തി വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ദിഷ്ട്യ, ഭാഗ്യം, നിങ്ങൾക്ക് ആ ഭക്തി ഉണ്ടായിരിക്കണു. എങ്ങനെയാണ് ഗോപികമാർക്ക് ഭക്തി ഉണ്ടായത്?
ആ ഭഗവാന്റെ ബാലലീലകൾ കണ്ടും അത് ആസ്വദിച്ചും ഭഗവാനോട് കൂടെ ചേർന്ന് കളിച്ചും നിരന്തരം മനസ്സിനെ ഭഗവാനിലേക്ക് തന്നെ അല്ലെ ഭഗവാൻ ആകർഷിച്ചെടുത്തു. അപ്പൊ അവരുടെ പരിശ്രമം കൂടിയല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ പല ലീലകളാടി അവരുടെ മനസ്സിനെയൊക്കെ അപഹരിച്ചെടുത്തു. അപ്പൊ അത് ഭാഗ്യം തന്നെയാണ്. ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട് മുനീനാമപി ദുർലഭ അനുത്തമാ ഭക്തി, മുനികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന അനുത്തമമായ ഭക്തി, ശ്രേഷ്ഠമായ ഭക്തി. ഉത്തമ ശ്ലോകേ ഭഗവതി ഭവദ്ഭിഹി പ്രവർത്തിത, ആ ഉത്തമ ശ്ലോകനായ ആരെ ശ്ലോകം ചെയ്താലാണോ അത്യുത്തമമായത്, ഏറ്റവും പവിത്രമായത്, നമ്മുടെ അജ്ഞാനത്തെ എല്ലാം നീക്കുന്നതാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ, ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്തുതികൾ. അപ്പൊ അങ്ങനെ ആ എന്താ പറയുക, ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവതി, ആ ഭഗവാനിൽ ഭവതീഭിഹി പ്രവർത്തിത, നിങ്ങളാൽ പ്രവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. അപ്പൊ എത്രയോ ആളുകൾ ഈ ഭക്തി ഉണ്ടാവാൻ വേണ്ടി പാടുപെടുന്നു. പക്ഷേ അവർക്കത് അങ്ങോട്ട് ഉറക്കുന്നില്ല. അവരുടെ സംസാര വാസനകൾ പലപ്പോഴും അവരെ ഭഗവാനിൽ നിന്ന് അകറ്റി മറ്റു വിഷയങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നു. കുറേയൊക്കെ അവർ പരിശ്രമിക്കുമ്പോഴേക്കും അവരുടെ പഴയ സംസ്കാരം കൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാതെ മായ കൊണ്ട് ഭ്രമിച്ച് വീണ്ടും വീണ്ടും വന്നിടത്തേക്ക് തന്നെ തിരിച്ച് അല്ലെ വഴുതി വീഴുന്നു. എന്നാൽ ഭാഗ്യം, നിങ്ങൾ ഭഗവാനെ ആശ്രയിച്ചു, ഭഗവാൻ നിങ്ങളോട് കരുണ ചെയ്തു, നിങ്ങളിതാ ഭഗവാനിൽ ഭക്തിയുള്ളവരായി ഭവിച്ചിരിക്കുന്നു. ഏറ്റവും ധന്യകളാണ് എന്ന് പറയാം. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭിർ അനുത്തമാ ഭക്തി പ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമപി ദുർലഭ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. വീണ്ടും ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട്, യൂയം നിങ്ങള് എന്ത് ചെയ്തു, പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ഹിത്വാ. ലോകത്തിലെ ഓരോരുത്തർക്കും വളരെ പ്രിയപ്പെട്ടതാണിതെല്ലാം അല്ലേ. അച്ഛനമ്മമാർക്ക് മക്കള് എത്ര പ്രിയപ്പെട്ടവരാണ്. ആ മക്കളെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുവോ? മക്കൾക്ക് വേണ്ടി വേണമെങ്കിൽ ഭഗവാനെ ഉപേക്ഷിക്കാം, വേറെ ആരെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, എന്തും ഉപേക്ഷിക്കാം. മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അത്ര മമതയാണ്. അങ്ങനെ മമതയ്ക്ക് പാത്രമായിരിക്കുന്ന അവനവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ അവനവന്റെ ശരീരത്തിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആയിരിക്കുന്ന സന്തതികളെ ഉപേക്ഷിക്കാൻ അച്ഛനമ്മമാർക്ക് വളരെ പ്രയാസമാണ്. എന്നാൽ നിങ്ങൾക്കത് സാധിച്ചിരിക്കുന്നു. അതാണ് ദിഷ്ട്യാ പുത്രാൻ ഹിത്വാ, പുത്രന്മാരെ വെടിഞ്ഞിരിക്കുന്നു. പതീൻ ഭർത്താക്കന്മാരെ അല്ലെ. ഏതൊരു സ്ത്രീക്കും സുരക്ഷിതത്വം ഉണ്ടാകുന്നത് ഭർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. കുറേ കാലം അച്ഛന്റെ കൂടെ സുരക്ഷിതയായിരിക്കും. പക്ഷെ അച്ഛന് പ്രായമായി കഴിഞ്ഞാലോ, അച്ഛന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതായി കഴിഞ്ഞാലോ പിന്നെ ഭർത്താവിന്റെ തോളത്തേക്ക് തന്നെ ചായണം. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഇന്നത്തെ പുത്രന്മാരെ പ്രതീക്ഷിക്കാനും പറ്റില്ല. വാർദ്ധക്യത്തിൽ രക്ഷിക്കുമെന്ന് കരുതി കാത്തിരുന്നാൽ രക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല. എവിടെയോ ദൂരെ കിടക്കണു, ഭൂഗോളത്തിന്റെ മറ്റേ അർദ്ധഭാഗത്ത് കിടക്കണു ഓരോരുത്തരും. അവരെപ്പോൾ എത്തിയിട്ട് നമ്മൾ അത്യാവശ്യത്തിന് എങ്ങനെ രക്ഷിക്കാനാണ്? അപ്പോ എപ്പോഴും സ്ത്രീകൾക്ക് അസുരക്ഷിതത്വം എന്നുള്ളത് അവരനുഭവിക്കുന്നത് അവരുടെ ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്, ഭർത്താവിന്റെ തോളത്ത് ചായുമ്പോഴാണ്. എന്നാൽ അങ്ങനെയുള്ള സുരക്ഷിത കാരണമായിരിക്കുന്ന ഭർത്താവിനെ പോലും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണോ. പതീൻ, ഭർത്താവിനെ ഉപേക്ഷിച്ചത് ഭാഗ്യം കൊണ്ട് എന്നാണ് ഇവിടെ ഉദ്ധവൻ പറയുന്നത്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല.
മറ്റൊരു ജാരനെ പ്രാപിക്കാൻ വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചതല്ല, പിന്നെയോ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാ. എല്ലാവരുടെയും ഭർത്താവായിട്ടുള്ള ആളാണ് ഭഗവാൻ. എല്ലാ കാലത്തും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനെ ഭർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ലോക്കൽ ഭർത്താവിന് ഉണ്ടെങ്കിലും നല്ലത്, ഇല്ലെങ്കിലും നല്ലത്. കാരണം ഇത് ശാശ്വതമൊന്നുമല്ല. ഇതൊക്കെ എന്താണ്? അനിത്യം, അസുഖം. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാൻ അർജുനനെ മുൻനിർത്തി നമ്മളോടൊക്കെ പറയുന്നതാണ്. ഈ ലോകത്തില് മക്കൾ അനിത്യമാണ്, ഭർത്താക്കന്മാർ അനിത്യമാണ്, ദേഹങ്ങൾ അനിത്യമാണ്, സ്വജനങ്ങൾ അനിത്യങ്ങളാണ്, ഭവനങ്ങൾ അനിത്യങ്ങളാണ്. ഈ അനിത്യങ്ങളെ നിത്യമെന്ന് കരുതി ആശ്രയിക്കാതിരിക്കൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അനിത്യം അസുഖം. ഇനി അവർക്ക് നിങ്ങൾക്ക് സുഖം തരാൻ കഴിവുണ്ട് എന്നുള്ള ഭ്രമവും വിടൂ. അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ സുഖമാണ് അവർക്ക് വലുത്, അല്ലാതെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. അവർക്ക് സുഖം കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് സുഖമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു എന്ന് വരും. എത്ര കാലം നിങ്ങൾ അവർക്ക് സുഖം കൊടുക്കുന്നുവോ അത്ര കാലം നിങ്ങൾക്കും അല്പസുഖം അവരും തിരിച്ചു തരും, അല്ലേ? ഒരു കൊടുക്കൽ വാങ്ങൽ. നിങ്ങൾ എന്ന് അവർക്ക് സുഖം കൊടുക്കുന്നത് നിർത്തിയോ അതോടുകൂടി അവരിങ്ങോട്ട് സുഖം തരുന്നത് നിർത്തി. മാത്രമല്ല ദുഃഖം തരികയും ചെയ്യും. അപ്പോ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മൾ അങ്ങോട്ട് സുഖം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അവർക്കൊരു ഭാരമായി തീർന്നാൽ അവർ നമ്മളെ വിഷമിപ്പിക്കും. നല്ല കാലത്തൊക്കെ നമ്മൾ അവരെ ശുശ്രൂഷിച്ചു. നമുക്ക് വയ്യാതായി കഴിഞ്ഞാലോ അവർക്ക് നമ്മളൊരു ഭാരമായി മാറും. അപ്പൊ സ്നേഹമൊക്കെ കുറഞ്ഞു 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 വരും. പിന്നെ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങും, ആട്ടാനും തുപ്പാനും ഒക്കെ തുടങ്ങും. പണ്ടത്തെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊന്നും ആയിരിക്കില്ല. എന്നാൽ എല്ലാ ലോകത്തിലുള്ള എല്ലാവരെയും അടച്ചു പറയാൻ പാടില്ല. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് നല്ല മനുഷ്യരുണ്ട്. എന്നും തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ത്യാഗവും അവർ ചെയ്തിട്ടുള്ള സേവനവും അവരുടെ സ്നേഹവും മറക്കാതെ അവരെത്ര പരവശരായാലും ആവും പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള എത്രയോ നല്ല ആളുകളുണ്ട്. പക്ഷെ കോടിയിലൊന്നൊക്കെ ആയിരിക്കും. 1 കോടിക്ക് ഒരാൾ. ഇന്ത്യയിൽ ഇപ്പോൾ 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു 140 നല്ല മനുഷ്യരുണ്ടാവും. ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്, ഒരു 800 നല്ല മനുഷ്യരുണ്ടാവും. അൺകണ്ടീഷണലായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നവര്. പ്രതിഫലം കാക്ഷിക്കാതെ ഏത് ദുരവസ്ഥയിലും കൂടെ നിൽക്കുന്നവർ. 800 അല്ല, അതിലും കൂടുതലൊക്കെ ഉണ്ട്. ഒരു ചുമ്മാ താരതമ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 1 ലക്ഷത്തിൽ ഒരാളുണ്ടാവും. എന്തായാലും നിങ്ങൾക്കത് സാധിച്ചു. എന്ത്? പുത്രാൻ പതീൻ ദേഹാൻ, സ്വന്തം ദേഹത്തെ പോലും അവഗണിച്ചുകൊണ്ട്, സ്വജനാൻ, സ്വന്തം ബന്ധുക്കളെ അവഗണിച്ചുകൊണ്ട്, ഭവനാനിച്ച്, അവനവന്റെ വീട്ടിനെ പോലും ശാശ്വതമല്ല എന്ന് കരുതി, ഇതിനെയെല്ലാം ആശ്രയിക്കേണ്ടത് എന്ന് കരുതി, ഹിത്വാ, ഉപേക്ഷിച്ച്, യൂയം, നിങ്ങൾ യത് കൃഷ്ണാക്യം പുരുഷം പരം അവൃണീത, അവൃണീത എന്നുള്ള വരിച്ചു, നിങ്ങൾ ഭഗവാനെ സ്വീകരിച്ചു. കൃഷ്ണനെന്ന് പേരുള്ള പരമപുരുഷനെ നിങ്ങൾ സ്വീകരിച്ചു. കൃഷ്ണൻ പരമപുരുഷനാണെന്ന് നിങ്ങൾ അറിഞ്ഞ് സേവിച്ചു. ആ പരമപുരുഷനെ തന്നെയാണ് എല്ലാവരും ആശ്രയിക്കേണ്ടത്. അത് തന്നെയാ ഭഗവാനും പറഞ്ഞത്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തില് അനിത്യങ്ങളായിരിക്കുന്നതും സുഖം തരാൻ കഴിവില്ലാത്തതുമായിട്ടുള്ള ആളുകളെയോ വസ്തുക്കളെയോ ഒന്നും ആശ്രയിച്ച് വിഷമിക്കാതിരിക്കൂ. നിത്യസ്വരൂപനായ ആനന്ദസ്വരൂപനായ ഭഗവാനെ ഭജിക്കൂ. ഭഗവാനിൽ നിന്ന് മാത്രമേ
നിങ്ങൾക്ക് നിത്യമായിട്ടുള്ള അഭയം ലഭിക്കുകയുള്ളൂ, ആനന്ദം ലഭിക്കുകയുള്ളൂ. ദിഷ്ട്യാ പുത്രാൻ പരീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീതയൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം സർവാത്മഭാവോധികൃതോ ഭവതീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേ അനുഗ്രഹകൃതഃ. സർവാത്മഭാവോധികൃതോ ഭവതീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേ അനുഗ്രഹകൃതഃ. ഭവതീനാം അധോക്ഷജേ സർവാത്മഭാവഃ അധികൃതഃ. ഭവതീനാം നിങ്ങൾക്ക്, ഭവതികൾക്ക് ആ അധോക്ഷജേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനായ വാസുദേവനായ ആ ഭഗവാനിൽ, ശ്രീകൃഷ്ണനിൽ സർവാത്മഭാവം ഭാവഃ അധികൃതഃ, സർവാത്മഭാവം പ്രാപ്തമായിരിക്കുന്നു. സർവാത്മഭാവം നിങ്ങളുടെ സർവാത്മന ഉള്ള ഭക്തിഭാവം ഒരർത്ഥം. സർവാത്മന ഉള്ളതായിട്ടുള്ള ഭാവം സർവാത്മഭാവം, പരമമായിട്ടുള്ള പ്രേമഭാവം. മറ്റൊരർത്ഥത്തിൽ സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സർവാത്മാവാണ്, എല്ലാറ്റിലും ഭഗവാനെ കാണുക. അത് സാധിച്ചിരിക്കുന്നു നിങ്ങൾക്ക്. കാരണം ഒരു കറുത്ത വണ്ടിനെ കണ്ടപ്പോൾ നിങ്ങൾ കൃഷ്ണനായി കണ്ടുകൊണ്ട് കൃഷ്ണനോട് പറയാനുള്ളതെല്ലാം വണ്ടിനോട് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ വണ്ടിനെ നിങ്ങൾക്ക് കൃഷ്ണനായി കണ്ട് നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാറ്റിലും നിങ്ങൾ കൃഷ്ണനെ തന്നെ വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ഈ ഒരു ഭാവത്തിലേക്ക്, സർവാത്മഭാവത്തിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് ഒരർത്ഥം. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സർവാത്മന ഉള്ള ഭാവം. പൂർണ്ണമായിട്ട് നിങ്ങൾ ഭഗവാനിൽ സറണ്ടേർഡ് ആണ്. നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു, പരമപ്രേമം ഉണ്ടായിരിക്കുന്നു. അതാ നിങ്ങൾക്ക് ഭാഗ്യം. അപ്പോ ഭവതീനാം അധോക്ഷജേ സർവാത്മഭാവഃ അധികൃതഃ. മഹാഭാഗാഹ, അല്ലയോ ഭാഗ്യവതികളെ, മഹാഭാഗ്യവതികളെ, വിരഹേണ മേ മഹാൻ അനുഗ്രഹഃ കൃതഃ. നിങ്ങളുടെ വിരഹം, നിങ്ങളുടെ വിരഹ ദുഃഖം നിങ്ങളിപ്പോ പ്രകടിപ്പിച്ചു, അത് ഞാൻ കണ്ടു. ആ കണ്ടത് മേ മഹാൻ അനുഗ്രഹഃ കൃതഃ, എനിക്ക് വലിയ അനുഗ്രഹമായി. അപ്പൊ നിങ്ങളുടെ ആ ഒരു വിരഹഭാവം, നിങ്ങളുടെ പരമപ്രേമം എങ്ങനെ ഇരിക്കുന്നതാണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രേമം എന്ന് ഞാൻ പഠിക്കുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് പഠിക്കുകയാണ്, ഗോപികമാർക്ക് പഠിക്കുകയാണ്. കൃഷ്ണൻ എന്നെ അയച്ചത് ഇതിനായിരിക്കണം, നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ള വ്യാജേന എന്നെ പഠിപ്പിക്കാൻ കൂടി ആയിരിക്കും കൃഷ്ണൻ അയച്ചത്. ഈ ഗോപികമാർക്ക് എന്നോടുള്ള പ്രേമം ഒന്ന് കണ്ടു നോക്കൂ ഉദ്ധവ, ഒന്ന് പോയി കണ്ടിട്ട് വരൂ. അതോടുകൂടി അങ്ങയുടെ എന്തെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ അതും പോകും. ഞാനാണ് കൃഷ്ണന്റെ ഏറ്റവും പ്രിയ തോഴൻ, കൃഷ്ണന്റെ നിർമാല്യധാരിയാണ് ഞാൻ. എപ്പോഴും ഞാൻ കൃഷ്ണന്റെ കൂടെ നടക്കുന്നു, കൃഷ്ണൻ എന്നെ വളരെ പ്രിയമാണ് എന്നൊക്കെയുള്ള അഭിമാനം വല്ലതും ഉണ്ടെങ്കിൽ ആ ഗോപികമാരെ ഒന്ന് കണ്ടിട്ട് വന്നാൽ നല്ലോണം പോയി കിട്ടും, നല്ല വിനയം വരും. എന്താണ് പരമമായിട്ടുള്ള പ്രേമം, ഭക്തി എന്നൊക്കെ അവരെ കണ്ട് പഠിക്കാം എന്ന് ഭഗവാൻ ഉദ്ദേശിച്ച് കാണുമോ? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. നിങ്ങളാൽ എനിക്ക് വലിയ അനുഗ്രഹം ചെയ്യപ്പെട്ടു, നിങ്ങളുടെ വിരഹഭാവം ഞാൻ കണ്ടു, നിങ്ങളുടെ ഭഗവാനോടുള്ള പ്രേമം ഞാൻ കണ്ടു. ആ ഭഗവാനെക്കുറിച്ച് നിങ്ങൾ എത്ര തപിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആചാരങ്ങളും അവനിൽ അർപ്പിച്ചതാണ്. തദർപ്പിത അഖിലാചാരത തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത എന്ന് നാരദ മഹർഷി ഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സകല കാര്യങ്ങളും ചെയ്യുക. തദർപ്പിത അഖിലാചാരത തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത. ആ ഭഗവാനെ മറക്കുമ്പോൾ, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ
ഭഗവാൻ ദൂരെയാണെന്ന് കരുതുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യാകുലതയുണ്ട്, പരമമായിട്ടുള്ള വ്യാകുലത, കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയുള്ള വ്യാകുലത. അതാണ് ആ ഗോപികമാർ അനുഭവിക്കുന്നത്. ഇവിടെ അവരുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ പോയിട്ടല്ല, അവരുടെ സമീപത്തു നിന്ന് ഭഗവാൻ ദൂരെയായതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു വ്യാകുലത. അപ്പോ ഇതൊക്കെ പ്രത്യക്ഷത്തില് ഉദ്ധവൻ കണ്ട് പഠിക്കുകയാണ്. ഉദ്ധവൻ ആ ഗോപികമാരെ പ്രശംസിക്കുകയാണ്. സർവാത്മഭാവോധികൃതോ ഭവതീനാമദോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാൻ മേ അനുഗ്രഹകൃതഃ. അപ്പൊ നിങ്ങൾക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഒരു പ്രേമം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു, അതെന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അവർക്കൊരു സമാധാനമാവും. നമ്മുടെ പ്രേമം ഉദ്ധവൻ മനസ്സിലായി. ഇനി അവിടെ ചെന്ന് പറയും. അവിടെ ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭഗവാൻ നമ്മളെ എന്താ പറയുക, കൂടുതൽ സ്നേഹിക്കും. ഭഗവാൻ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ ഈ ഒരു ശരിയായിട്ടുള്ള ആ പ്രേമത്തിന്റെ ആഴവും നമ്മുടെ ദുഃഖത്തിന്റെ ഗൗരവവും ഇതെല്ലാം ഉദ്ധവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൂതനായ ഉദ്ധവൻ അവിടെ ചെന്ന് ഭഗവാനോടത് വേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഭഗവാന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നതാണ് ഉദ്ധവന്റെ വാക്കുകൾ എന്ന് പറയാം. അതുകൊണ്ട് ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായാഗതോ ഭദ്രാഹ അഹം ഭർത്തുഃ രഹസ്കരഃ. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായാഗതോ ഭദ്രാഹ അഹം ഭർത്തുഃ രഹസ്കരഃ. അപ്പോ ഭദ്രാഹ സംബോധനയാണ്. അല്ലയോ ഭദ്രകളെ, ഭദ്രകളെ എന്ന് പറഞ്ഞാൽ നല്ല മംഗളമായ ശീലത്തോടു കൂടിയവരെ, കല്യാണികളെ, ഭദ്രകളെ. പ്രിയ സന്ദേശ ശ്രൂയതാം, നിങ്ങളുടെ പ്രിയതമനായ കൃഷ്ണന്റെ സന്ദേശം കേൾക്കൂ. നിങ്ങളാൽ ശ്രദ്ധയോടെ കേൾക്കപ്പെട്ടാലും എന്താണത്? ഭവതീനാം സുഖാവഹ, നിങ്ങൾക്ക് സുഖത്തെ ഉണ്ടാക്കുന്ന സന്ദേശമാണ് ഭഗവാൻ അയച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ അവരുടെ കൗതുകത്തെ ഉണർത്തുകയാണ്. അവർ കൂടുതൽ ആകാംക്ഷയോടെ ചെവി കൂർപ്പിക്കാൻ തുടങ്ങും. നമ്മൾക്ക് സന്ദേശം അയച്ചിട്ടുണ്ടോ? നമ്മളെന്താ വിചാരിച്ചത്? അച്ഛനമ്മമാരായിട്ടുള്ള നന്ദനെയും യശോദയും മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്ധവനെ വിട്ടിരിക്കുന്നത്. നമ്മുടെ കാര്യമൊന്നും അന്വേഷിക്കാനല്ല. നമ്മളെയൊന്നും വേണ്ടാതായി. നമ്മളാര്? വെറും പശുക്കളെ മേച്ച് നടക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ അവഗണിച്ചിട്ടുണ്ടാവുന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പതാ ഉദ്ധവൻ പറയുന്നു, നിങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള സന്ദേശം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സുഖത്തെ നൽകുന്നതാണ്. ഓഹോ, അത്ര കെയറുണ്ടോ ഭഗവാന് നമ്മളെ കുറിച്ച്? നല്ല കരുതലുണ്ടല്ലോ കൃഷ്ണന്. കൃഷ്ണൻ നമ്മളെ മറന്നിട്ടില്ല. ഒരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ് ആ സന്ദേശം? വേഗം അറിയണം. കൃഷ്ണൻ എപ്പോ വരുന്നാ പറയണത് അല്ലെ? അവർക്ക് സുഖാവഹമായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചിന്തിക്കുക, ഇപ്പൊ വരുമോ കൃഷ്ണൻ? അടുത്തെപ്പോഴെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഉടനെ ആകാംക്ഷയായി. അപ്പൊ അതാണ് ഭവതീനാം സുഖാവഹ പ്രിയ സന്ദേശ ശ്രൂയതാം, നിങ്ങൾക്ക് സുഖത്തെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പ്രിയനായ കൃഷ്ണന്റെ സന്ദേശം കേൾക്കൂ. യമാദായ ആഗതോ ഭദ്രാഹ അഹം ഭർത്തുഃ രഹസ്കരഃ. അഹം, ഞാൻ, ഭർത്തുഃ, ഭർത്താവിന്റെ, എന്റെ സ്വാമിയുടെ, രഹസ്കരഃ, രഹസ്കരഃ രഹസ്യമായ കാര്യങ്ങളെ ചെയ്യുന്നവൻ, പേഴ്സണൽ അസിസ്റ്റന്റാണ് അല്ലേ? ഞാൻ കൃഷ്ണന്റെ സ്വകാര്യമായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അസിസ്റ്റന്റാണ്. എല്ലാവരോടും പറയുന്ന കാര്യങ്ങളല്ല എന്നോട് പറയുക. അത്ര ലോയലാണ് ഞാൻ കൃഷ്ണനോട്, അത്രയും അടുപ്പമുള്ളവനാണ്. സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തേ പറയാറുള്ളൂ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വന്ന ആളാണ്. അപ്പൊ രഹസ്യം ഉണ്ട് അല്ലേ? രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഗോപികമാരെ കുറിച്ച് ഭഗവാന്
എന്തൊക്കെയോ രഹസ്യമായിട്ട് അവരോട് തന്നെ പറയാനുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൂതനെ തന്നെ അയക്കണം. അപ്പൊ താൻ ഭഗവാൻ അത്രയും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ദൂതനാണ്, ഭൃത്യനാണ് എന്ന് പറയുന്നതിലൂടെ കാര്യത്തിന് ഗൗരവം ഒന്നും കൂടെ കൂടി, ഇവരുടെ ശ്രദ്ധയെ അത് കൂടുതൽ ആകർഷിക്കും. അങ്ങനെ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്, ഞാൻ ഭഗവാന്റെ രഹസ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഭർത്തുഹു രഹസ്കരഹ അഹം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് യം ആദായ ആഗത, യം ആദായ, ആ ഭഗവാന്റെ സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിവിടേക്ക് ആഗമിച്ചിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളോടാണ് സന്ദേശം പറയാനുള്ളത്. എനിക്ക് നന്ദഗോപരോടും യശോദയോടും അല്ല കാര്യമായിട്ട് പറയാനുള്ളത്. ഭഗവാൻ എന്നെ അയച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയുള്ള ആ ഒരു ഭാവത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് ഗോപികമാരുടെ ഹൃദയത്തിൽ വേണ്ട പോലെ ഏറ്റിട്ടുണ്ട്. അവര് ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ തയ്യാറായി എന്നർത്ഥം. അപ്പോഴാണ് ഭഗവാന്റെ വാക്യങ്ങൾ ഉദ്ധവൻ പറഞ്ഞു തുടങ്ങുന്നത്. ശ്രീ ഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയ ഗുണാശ്രയഃ. ശ്രീ ഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയ ഗുണാശ്രയഃ. ശ്രീ ഭഗവാനുവാച, ഭഗവാന്റെ വാക്യം നേരിട്ട് തന്നെ ഉദ്ധവൻ അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്യണം. ഉദ്ധവന്റെ അഭിപ്രായമല്ല, ഭഗവാൻ പറഞ്ഞതെന്താണെന്ന് അക്ഷരം പ്രതി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ സർവാത്മനാ മേ ഭവതീനാം ക്വചിത് വിയോഗഃ നഹി. ഇവര് ഭേദഭാവനയോടെ ആണല്ലോ ദുഃഖിക്കുന്നത്. ഭഗവാൻ ദൂരെ പോയിരിക്കണു, മധുരാപുരിയിലേക്ക് പോയിരിക്കണു, നമ്മളിവിടെ ഗോകുലത്തിലിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് ശരീരമാണ് ഞാനെന്ന് കരുതുന്നത് കൊണ്ടാണ്. ആ ശരീരങ്ങളിലുള്ള ആത്മബുദ്ധിയാണ് അതിന് കാരണം. അപ്പോ ആദ്യം തന്നെ അത് നീക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. സർവാത്മനാമേ, സർവാത്മാവായ എന്നോട്. മേ എന്നുള്ളത് മയാ എന്നുള്ള തൃതീയാർത്ഥത്തിൽ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്നുള്ളതായിട്ടുള്ള പഞ്ചമി അർത്ഥം. ഇവിടെ സർവാത്മന എന്നുള്ളത് കൊണ്ട് തൃതീയ തന്നെ. എന്നോട് ഭവതീനാം ക്വചിത് വിയോഗഃ നഹി. ഭവതികൾക്ക്, നിങ്ങൾക്ക് ക്വചിത് ഒരിക്കലും, വിയോഗഃ വേർപാട്, നഹി ഇല്ല തന്നെ. കാരണം ഞാൻ ആരാ? സർവാത്മ, സർവാത്മനാമയ, സർവാത്മാവായ എന്നിൽ നിന്ന് നിങ്ങൾക്ക് അല്പം പോലും വിയോഗമില്ല. കാരണം ഞാൻ തന്നെയാണ് നിങ്ങളുടെ ആത്മാവും, സകല ചരാചരങ്ങളുടെ ആത്മാവ്. നിങ്ങൾ അകത്തും പുറത്തും, ഇടവും വലവും, മുന്നിലും പിന്നിലും, മുകളിലും താഴെയും, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ എല്ലാറ്റിനെയും, ഇവിടെയുള്ള ഓരോ അണുവിന്റെയും ആത്മാവാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും ദൂരേക്ക് പോയിട്ടില്ല. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ വെറും ആ കൃഷ്ണമൂർത്തിയല്ല, ഞാൻ കൃഷ്ണമൂർത്തിയല്ല. പിന്നെയോ ഞാൻ വിരാട് പുരുഷനാണ്. വിരാട് പുരുഷനായി എന്നെ അറിയണം, സർവാത്മാവായി എന്നെ അറിയണം. അപ്പോഴേ ദുഃഖം തീരുള്ളൂ. എല്ലാവരുടെ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഉപാസിക്കുന്ന ഈശ്വരനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ തളച്ചിട്ട് ഉപാസിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം ദുഃഖം. അതുകൊണ്ട് ഭഗവാനെ, നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരനെ ആ ബിംബത്തിൽ നിന്ന് സ്വതന്ത്രരാക്കൂ, ആ മൂർത്തിയിൽ നിന്ന് സ്വതന്ത്രമാക്കൂ. ആ മൂർത്തി നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പൂജിക്കാനും ആവഹിക്കാനും വേണ്ടി, സൗകര്യത്തിന് വേണ്ടി
ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പൂർവീകരായ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. നിങ്ങളുടെ വിദൂരത്തിരിക്കുന്ന മക്കളെ നേരിൽ കാണാൻ പറ്റാത്തപ്പോൾ അവരുടെ ഫോട്ടോസ് എടുത്ത് നോക്കും പോലെ, പേരക്കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും പോലെ, അതുപോലെ പരലോകത്ത് പോയവരുടെയും ഫോട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അവരെ ഓർമ്മിക്കാൻ. അവരെ കാണാൻ പറ്റില്ല എന്നാ പിന്നെ ഫോട്ടോ കണ്ട് ആശ്വസിക്കാം. അപ്പൊ ആ ഫോട്ടോ ആണോ? അല്ല. ആ ഫോട്ടോയിൽ പരിമിതരല്ല അവരെവിടെയോ ഉണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട് എന്നല്ല, സർവാത്മാവാണ് ഭഗവാൻ. എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ പുറത്തും എല്ലാമായി നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവും ഗോപികമാരുടെ ഓരോരുത്തരുടെയും ആത്മാവും ഭഗവാൻ തന്നെയാണ് എന്നാ പറയണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാൻ എനിക്ക് കഴിയില്ല, എനിക്കാവില്ല. ഞാൻ ആത്മസ്വരൂപനാണ്. നിങ്ങൾ എന്നെ ദേഹമായി കണ്ട് പരിമിതപ്പെടുത്തരുത്, എന്നെ ചെറുതാക്കരുത്. അപ്പോ ക്വചിത് വിയോഗ നഹി, ഒരിക്കലും ഞാൻ നിങ്ങളോട് വിയോഗമുണ്ടായിട്ടില്ല. ഖം വായു അഗ്നി ജലം മഹി ഭൂതാനി ഭൂതേഷു യഥാ തഥാ മനഃപ്രാണ ഭൂതേന്ദ്രിയ ഗുണാശ്രയ അഹം. ഖം വായു അഗ്നി ജലം മഹി, ഇങ്ങനെയുള്ള ഭൂതാനി, പഞ്ചഭൂതാനി, ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണോ ഭൂതേഷു യഥാ ഭൂതേഷു, ഭൂതേഷു എന്ന് പറഞ്ഞാലോ സൃഷ്ടിജാലങ്ങളിൽ, സൃഷ്ടിക്കപ്പെട്ട ചരാചരാത്മകമായിട്ടുള്ള ഓരോ വസ്തുവിലും എങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളാണ് ഈ സൃഷ്ടിയുടെ ഉപാദാന കാരണം. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സകല ഭൂതങ്ങളും ഉണ്ടായി വന്നത്. എല്ലാ ക്രിയേഷനും ആ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പോൾ ആ പഞ്ചഭൂതങ്ങൾ എല്ലാറ്റിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നു. ഏത് വസ്തു എടുത്തോളൂ, അതിൽ പഞ്ചഭൂതം നിറഞ്ഞിരിക്കുന്നു. പഞ്ചഭൂതങ്ങളാണ് ആ ആകൃതിയിലിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ഇതാ ഈ പുസ്തകത്തിന്റെ ആകൃതിയിൽ ഇവിടെ ഇരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ ഇതാ ഈ വാട്ടർ ബോട്ടിലിന്റെ ആകൃതിയിൽ ഇവിടെ ഇരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ ഇതാ ഈ വാച്ചിന്റെ ആകൃതിയിൽ ഇവിടെ ഇരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ ഇതാ ഈ ശരീരത്തിന്റെ ആകൃതിയിൽ ഇവിടെ ഇരിക്കുന്നു. പഞ്ചഭൂതം ഇതാ എന്റെ മുമ്പില് മൊബൈലിന്റെ രൂപത്തിലിരിക്കുന്നു. അതിനകത്ത് കാണുന്ന നിങ്ങളൊക്കെ വിദൂരത്ത് പഞ്ചഭൂതങ്ങളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും രൂപത്തിന് കാരണം, നിങ്ങളുടെയൊക്കെ അസ്തിത്വത്തിന് കാരണം. അപ്പോ അത് നിങ്ങളെ വിട്ടുമാറുന്നുണ്ടോ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. പഞ്ചഭൂതം എങ്ങനെയാണോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ തത് അഹം ച ഞാനും മന പ്രാണഭൂത ഇന്ദ്രിയ ഗുണാശ്രയ, 24 തത്വങ്ങൾക്കും ആശ്രയനാണ് ഞാനെന്നർത്ഥം. ഏതൊക്കെയാണ്? മനഃ, അന്ധകരണം മൊത്തത്തിൽ ചേർത്ത് മനഃ, പ്രാണഃ, പഞ്ചപ്രാണൻ പഞ്ച ഉപപ്രാണൻ എന്നൊക്കെയുള്ള രൂപത്തില് ശരീരത്തിലെ എനർജി ആയിട്ടിരിക്കുന്നു. ഭൂതങ്ങൾ, അപ്പൊ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ. ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇവയുടെയൊക്കെ ഗുണങ്ങൾക്ക് ഒക്കെ ആശ്രയമാണ് അഹം. ഇവയുടെയൊക്കെ ഓരോന്നിന്റെയും പ്രത്യേകം പ്രത്യേകം ഗുണങ്ങൾക്കും എല്ലാറ്റിലും ആശ്രയമാണ് ഞാൻ. ഞാൻ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ശരീരം, നിങ്ങളുടെയൊക്കെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഇന്ദ്രിയങ്ങള്, നിങ്ങൾ അനുഭവിക്കുന്ന ചുറ്റുപാടുള്ളതായിട്ടുള്ള ഭൂതങ്ങൾ എല്ലാമായിരിക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ എന്നെ കാണണം. എൻ്റെ യഥാർത്ഥ ഭൂതമഹേശ്വരമായ ഭാവത്തെ നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം.
അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാമായി വ്യാപിച്ചിരിക്കുന്നത്. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണം. ഇനി നിമിത്ത കാരണവും ഞാൻ തന്നെ. അതടുത്ത ശ്ലോകത്തിലേക്ക് വരികയാണ്. ആത്മന്യേവാത്മനാത്മാനം സൃജേ ഹന്മി അനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ. ആത്മന്യേവാത്മനാത്മാനം സൃജേ ഹന്മി അനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ. ആത്മമായാനുഭാവേന, എന്റെ തന്നെ ആത്മമായ, എന്റെ തന്നെ മായ, അതിന്റെ അനുഭാവം, അതിന്റെ മാഹാത്മ്യം, അതിന്റെ എന്താ പറയുക വൈദഗ്ധ്യം, അതിന്റെ പ്രഭാവം എന്നൊക്കെ അർത്ഥം, അതിന്റെ കഴിവ്, സാമർഥ്യം. അപ്പൊ എന്റെ മായയുടെ സാമർഥ്യം കൊണ്ട്, മാഹാത്മ്യം കൊണ്ട് ഭൂതേന്ദ്രിയ ഗുണാത്മന ആത്മനിയേവ ആത്മന ആത്മാനം സൃജേ. ഞാൻ തന്നെ എന്നെ തന്നെ എല്ലാമായി സർജിക്കുന്നു. ഭൂത ഇന്ദ്രിയ ഗുണാത്മന, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ എന്നുവെച്ചാൽ വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളായും ഇന്ദ്രിയങ്ങളായും പഞ്ചഭൂതങ്ങളായും ജീവന്മാരായും, ആത്മന എന്നും കൂടി പറയുമ്പോൾ അവിടെ ജീവനായും, ഇങ്ങനെ ആത്മനീയവ ഞാൻ എന്നിൽ തന്നെ, ആത്മന എന്നാൽ തന്നെ, ആത്മാനം എന്നെ തന്നെ സൃജേ സർജിക്കുന്നു, സൃഷ്ടിക്കുന്നു. അപ്പൊ ഞാൻ എന്നാൽ തന്നെ, എന്നിൽ തന്നെ, എന്നെ തന്നെ സർജിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഈ സൃഷ്ടിയുടെ മുഴുവൻ അഭിന്നമായിട്ടുള്ള ഉപാദാന കാരണവും നിമിത്ത കാരണവും. നിമിത്ത കാരണമാണ് അഹം സൃജേ എന്ന് പറയുന്നതിലൂടെ. എൻ്റെ ഇന്റലിജൻസ് ആണ് ഈ പലതിനെ ഉണ്ടാക്കുന്ന. ആ എൻ്റെ ഇന്റലിജൻസിന്റെ മറ്റൊരു പേരാണ് മായ എന്നുള്ളത്. എൻ്റെ മായാവൈഭവം കൊണ്ട് ഞാൻ തന്നെ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയ ശക്തികള്, ഗുണങ്ങള്, ജീവൻ എന്നിങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഭേദങ്ങളോടുകൂടി എന്നിൽ തന്നെ, എന്നാൽ തന്നെ, എന്നെ തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. പാലയേ, ഞാൻ തന്നെ എല്ലാറ്റിനെയും പരിപാലിക്കുന്നു. അനുഹന്മി, പിന്നെ ഞാൻ തന്നെ അതിനെയെല്ലാം ഹനിക്കുകയും ചെയ്യുന്നു. അപ്പൊ സൃജയെ സൃഷ്ടിക്കുന്നു, പാലയെ പരിപാലിക്കുന്നു, ഹന്മി ഹനിക്കുന്നു, സംഹരിക്കുന്നു. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നിൽ നിന്ന് തന്നെയാണ് ഈ സൃഷ്ടിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വേറൊരു എഞ്ചിനീയറോ കോൺട്രാക്ടറോ ആർക്കിടെക്റ്റോ ഒന്നും ആവശ്യമില്ല. ഞാൻ തന്നെയാണ് എല്ലാം സ്വയം ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെയാണ് വാസ്തവത്തിൽ പലതാക്കി തീർക്കുന്നത്. അപ്പൊ ഏകനായിരുന്ന ഞാൻ സ്വയം പലതായിത്തീരുന്നു. എൻ്റെ മായ കൊണ്ട്, എൻ്റെ ഇന്റലിജൻസ് കൊണ്ട്, എൻ്റെ പ്രഭാവം കൊണ്ട്. അപ്പൊ എൻ്റെ രണ്ടു തരം പ്രകൃതികളെ കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ച നിർമ്മിതി ചെയ്യുന്നത്. ഒന്ന് എൻ്റെ അപരാപ്രകൃതി, ഒന്ന് എൻ്റെ പരാപ്രകൃതി. ഭൂമിരാപോനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടദാ അപരായം. എന്റെ അഷ്ടദാ ഭിന്നാ പ്രകൃതിയാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, അതുപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ജീവൻ. ഇങ്ങനെയൊക്കെ ഭേദത്തോടുകൂടി ഉപാദാന കാരണമാണ് ഇതെല്ലാം. ഇതെന്റെ അപരാപ്രകൃതി. അപരേയം ഇതസ്തു അന്യാം പ്രകൃതിം വിദ്യമേ പരാം. ഇതിൽ നിന്ന് എന്റെ പരയായിട്ടുള്ളൊരു പ്രകൃതിയുണ്ട്, ജീവഭൂതാം. 25ാമത്തെ തത്വമായിരിക്കുന്നത്, ജീവനായിരിക്കുന്നത്. ഇവിടെ ആത്മന എന്ന് പറഞ്ഞു. ഇവിടെ ഭൂതേന്ദ്രിയ ഗുണാത്മന. അപ്പൊ ജീവനായിട്ടും, അതാണ് 25ാമത്തെ തത്വം. അതെന്റെ പരാപ്രകൃതിയാകുന്നു.
ഉപാദാന കാരണങ്ങൾ എൻ്റെ അപരാപ്രകൃതിയും ജീവഭാവം എൻ്റെ പരാപ്രകൃതിയും. ഇങ്ങനെ ഞാൻ തന്നെയാണ്. അല്ലേ? ഏതദ്യോനീനി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. ഈ രണ്ട് യോനികൾ, ഈ എന്താ പറയുക, പരാപ്രകൃതി അപരാപ്രകൃതി എന്നുള്ള രണ്ടിൽ നിന്നുമാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതെല്ലാം എന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ. ഇവിടെ ഗോപികമാർക്കുള്ള ഗീതയാണിത്. ഭഗവാൻ ഗോപികമാർക്ക് കൊടുക്കുന്ന ഗീതയാണ്. അപ്പൊ എല്ലാമായി, എല്ലാറ്റിനും കാരണഭൂതനായി, എല്ലാറ്റിൻ്റെയും ആത്മാവായി, സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായി എല്ലാം ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഏകൻ മാത്രമാണ് സത്യം. ഈ ലോകത്തിൽ എന്നിൽ നിന്ന് അന്യമായിട്ട്, എന്നോട് ചർച്ചയില്ലാത്തതായിട്ട് ഒന്നും ഇല്ല. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. എന്നിൽ നിന്ന് പരതരം, അന്യതരം, കിഞ്ചിത് നാസ്തി, ഒന്നുമില്ല. എല്ലാം എന്നിൽ നൂലിൽ മണികളെന്ന പോലെ കോർക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഗോപികമാരോട് പറയുന്ന ഈ ആശയം മുഴുവൻ ഗീതയിൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നർത്ഥം. ആത്മന്യേവാത്മനാത്മാനം സൃജേ ഹന്മി അനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മന. ഇനിയും തുടരുന്നു. ആത്മാവിന്റെ സ്വരൂപം, ലക്ഷണം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഗോപികമാരുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഇല്ല, നാളെ രാവിലെയും ഇല്ല. നാളെ വൈകുന്നേരം പറ്റിയാൽ നോക്കാം. നാളെ പകൽ കുറച്ച് പരിപാടികൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ തിരിച്ച് എത്തിയാൽ നാളെ വൈകുന്നേരം ഉണ്ടാവും, ഇല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ഉറപ്പായിട്ടും. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം. നാളെ പറ്റിയാൽ കാണാം വൈകുന്നേരം, ഇല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. ഹരി ഓം.